തളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 50 നോമ്പിലെ 50 വിചിന്തനങ്ങൾ. ഇന്ന് വിചിന്തനത്തിനായി അച്ഛൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതാണ്. ആദ്യത്തെ 3 ഗോസ്പലിനെ വിളിക്കുന്നത് സിനോപ്റ്റിക് ഗോസ്പൽ എന്നാണ്. ആ 3 ഗോസ്പലിലും നമ്മൾ കാണുന്ന മനോഹരമായ ഒരു പാസേജാണ് ഇത്. തളർവാദ രോഗിയെ യേശു സുഖപ്പെടുത്തുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 1 മുതൽ 8 വരെയും, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയും, ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയും നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത്. തളർവാദം, നമ്മളൊക്കെ അതിനെ പക്ഷാഘാതം എന്ന് വിളിക്കും. ശരീരത്തിന് പൂർണ്ണമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുകയോ പ്രതികരണശേഷി ഇല്ലാതാവുകയോ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇത് എന്ന് നമുക്കറിയാം. ചിലപ്പോൾ ഒരു ചലനവും ശരീരത്തിന് ഉണ്ടാവില്ല. ബ്രെയിനും സ്പൈനൽ കോഡും നെർവ്സൊക്കെ ക്ഷതം സംഭവിക്കുന്നതാണ് ഈ തളർവാദം അഥവാ പക്ഷാഘാതം എന്നതുകൊണ്ട് നമ്മൾ അറിയുക. പേശികൾക്ക് ഒരു ബലമുണ്ട്. ആ ബലം നഷ്ടപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചലനം നഷ്ടപ്പെടാം. ശരീരം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്താണ് ഈ ചലനം എന്നുള്ളത്? ഒരു നാഡീവ്യൂഹം തലച്ചോറിൽ നിന്ന് പേശികളിലേക്ക് സിഗ്നലുകൾ കൈമാറുന്നതാണ് ചലനം. ഈ സിഗ്നലുകൾക്ക് തടസ്സം സംഭവിച്ചാൽ അപ്പോൾ ക്ഷതം സംഭവിക്കാം. ആ ക്ഷതമാണ് പക്ഷാഘാതം എന്ന്, തളർവാദം എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് ഈ പേശികളും പ്രവർത്തനങ്ങളും നഷ്ടമാകുന്നതാണ്. കാൽവിരലിലും കൈവിരലിലുമൊക്കെ ഒരുതരം മരവിപ്പ് അനുഭവപ്പെടുക സാധാരണയാണ്. അതൊക്കെ ഒരുപക്ഷെ ഇതിൻ്റെ ആരംഭ ലക്ഷണങ്ങളായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഒരാളെയാണ് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഒരാളെ അവിടെ ശ്രദ്ധിക്കേണ്ട മനോഹരമായ ഒരു കാര്യം, അവൻ ഒറ്റയ്ക്കല്ല വരുന്നത്. അവൻ ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. കാരണം ചലനമില്ലാത്ത കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അവനൊറ്റയ്ക്ക് യാത്ര ചെയ്യാനാവില്ല. പക്ഷെ അവനെയും വഹിച്ചുകൊണ്ട് 4 പേർ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അവനെയും വഹിച്ചുകൊണ്ട് ഒരുപക്ഷെ അവൻ്റെ കൂട്ടുകാരാകാം, ഒരുപക്ഷെ അവൻ്റെ ബന്ധുമിത്രാദികളാകാം. അവനെയും വഹിച്ചുകൊണ്ട് വരാണ്. എന്തുമാത്രം ഒരു കൺസേൺ ആണ് അവന് കൊടുക്കുന്നത്. ഒരുപക്ഷെ അവൻ്റെ സുഹൃത്തുക്കള്, ഒരുപക്ഷെ അവൻ്റെ വീട്ടുകാർ. അവൻ പക്ഷാഘാതം വന്ന് തളർവാദം വന്ന് കിടപ്പിലായപ്പോൾ മുതൽ ആ കുടുംബത്തിനൊരു സങ്കടമാണ്. അവൻ്റെ സുഹൃത്തുക്കൾക്കും അയൽവക്കക്കാർക്കും ഒരു സങ്കടമാണ്. മറ്റുള്ളവൻ്റെ വേദനയിൽ സങ്കടമുണ്ടാകുന്നത് ഒരാത്മബന്ധം ഉണ്ടാകുമ്പോഴാണ്. പലപ്പോഴും മറ്റുള്ളവൻ്റെ വേദന നമുക്ക് വേദനയായി തോന്നാത്തതിൻ്റെ ഒരു കാരണം അവൻ നമുക്ക് അത്ര അടുപ്പം ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്ത് സംഭവിച്ചാൽ അത് നമുക്ക് വേദനയാകും. എന്നാൽ ഒരുപക്ഷെ മറ്റുള്ളവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് നമുക്ക് കേവലം ഒരു രോഗമായി, ഒരു വാർത്തയായി മാറുന്നു. അടുത്ത കാലത്ത് കേൾക്കാനിടയായ ഒരു കാര്യമുണ്ട്. ബോംബെയിലെ ഒരു ഫ്ലാറ്റിൽ സംഭവിച്ചത്. ഫ്ലാറ്റുകൾ നമുക്കറിയാം
ഒരുപക്ഷെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്നത് ആരാണെന്ന് പോലും അറിയില്ലാത്ത ഒരു കാലമാണിത്. അവിടെ ആ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ നിന്ന് സ്മെല്ല് വന്നപ്പോഴാണ് തൊട്ടടുത്തുള്ള ഫ്ലാറ്റുകാരൊക്കെ അറിയുന്നത്, പോലീസിൽ അറിയിക്കുന്നത്. പോലീസ് വന്നു, ഫ്ലാറ്റിൻ്റെ ഡോറ് പൊളിച്ചകത്തേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു കസേരയിൽ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു. ഏതാണ്ട് 4-5 ദിവസമായിട്ട് മരിച്ചിട്ട്. അതുകൊണ്ടാണ് ആ മണം പുറത്തേക്കൊക്കെ വരുന്നത്. അങ്ങനെ ഒരു സ്ത്രീ അവിടെ ഉണ്ടെന്നും അവരെ കുറെ ദിവസങ്ങളായിട്ട് പുറത്ത് കാണാത്തത് കൊണ്ട് അന്വേഷിക്കാനും ആരുമുണ്ടായില്ല. ഇതാണ് ലോകം. ഈ ലോകത്തിൻ്റെ മുമ്പിൽ മനോഹരമായ ഒരു പാഠമാണ് തളർവാദ രോഗിയെയും വഹിച്ചുകൊണ്ട് അവൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ വരുന്നത്. അവർക്കൊരു കൺസേൺ ഉണ്ട്. എൻ്റെ കൂടപ്പിറപ്പ് രോഗിയായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് രോഗിയായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ അയൽവാസി രോഗിയായി കിടക്കുമ്പോൾ അവൻ്റെ രോഗം ഭേദമാകാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്